ടാക്സി സെഗ്മെൻറ്റിൽ ഉൾപ്പെട്ട വാഹനമാണെങ്കിൽ അതിനെ 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. നിലവിൽ ടാക്സി സെഗ്മെൻറ്റിൽ ഉൾപ്പെട്ട വാഹനമാണെങ്കിൽ അത് പ്രൈവറ്റ് യൂസിന് എടുക്കുന്ന വാഹന ഉടമകളുണ്ട്. അത് പേര് മാറിയിട്ട് പ്രൈവറ്റ് ആവശ്യത്തിനും വീണ്ടും അതുകൂടാതെ തന്നെ ടാക്സി യൂസ് കണ്ടിന്യൂ ചെയ്തു പോകുന്ന വാഹന ഉടമകൾ ഒട്ടനവധി പേരുണ്ട്. അപ്പോൾ അവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മനസ്സിലാക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വാഹനം സെക്കൻഡ് ഓണർഷിപ്പിൽ ടാക്സി യൂസ് ചെയ്യുന്ന വാഹനങ്ങൾ സെക്കൻഡ് ഓണർഷിപ്പിൽ പേര് മാറി അത് പ്രൈവറ്റ് യൂസിനാണ് നിങ്ങളുടെ വാഹനം ഓടുന്നതെങ്കിൽ എടുക്കുന്നതെങ്കിൽ ആ വാഹനത്തിൻ്റെ ഇൻഷുറൻസിൽ പേര് മാറുന്നത് കൂടാതെ തന്നെ പെർമിറ്റ് നിർബന്ധമായിട്ടും ക്യാൻസൽ ചെയ്യണം. പെർമിറ്റ് ക്യാൻസൽ ചെയ്തതിന് ശേഷം മാത്രമേ പേര് മാറുവാനായിട്ട് പാടുള്ളൂ. ഒരു പക്ഷേ പേര് മാറിയാൽ കൂടിയും പെർമിറ്റ് ക്യാൻസൽ ആവാതെ ഒരു അവസ്ഥയിൽ വരും. അത് പിന്നീട് വരും കാലങ്ങളിൽ മറ്റു പല ബുദ്ധിമുട്ടുകൾക്കും അത് കാരണമായേക്കാം. അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാസ്റ്റാഗിലും നിർബന്ധമായിട്ടും പേര് ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ മൊബൈൽ നമ്പരും KYCയും അപ്ഡേഷൻ ചെയ്യേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, പലരും പ്രൈവറ്റ് അതായത് ടാക്സി യൂസ് ചെയ്ത വാഹനങ്ങൾ പ്രൈവറ്റ് ആവശ്യത്തിന് കൊടുക്കുമ്പോൾ പ്രൈവറ്റ് പേര് മാറി പ്രൈവറ്റ് ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് അതിൽ GPS കാര്യം പലരും വിട്ടുപോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ GPS ഒന്നുകിൽ ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പേര് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ പേരിലോട്ട് മാറ്റേണ്ടതാണ്. പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് ടാക്സി യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ അത് പിന്നീട് കടന്നു ഓടേണ്ട ഒരു ആവശ്യം ഉണ്ടാവരുത്. അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം.